ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് സിൽക്കി കോട്ട സാരിയാണ്. സിൽക്കി കോട്ടയിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും അത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കൊണ്ടുവരണേ. അതുമല്ല ഇതിൻ്റെ കളേഴ്സെല്ലാം നല്ല കളേഴ്സുമാണ്, നല്ല കളറിൽ തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത്. ഈ വർക്കാണെങ്കിലോ ഇതുണ്ടോ, എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കാണെന്നുണ്ടോ, ഉണ്ടോ, നല്ല പെർഫെക്ഷനോടെയുള്ള കട്ട് വർക്ക്, എംബ്രോയ്ഡറി വർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ഇതൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇത് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് വരിക. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഇതുണ്ടോ, രണ്ട് സൈഡിലും ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നു. ഈ ലോവർ പോർഷനിലുള്ളത് ഫുള്ളായിട്ടും കട്ട് വർക്ക് വരുന്നു. ഉണ്ടോ, ഇഷ്ടംപോലെ ഫ്ലീറ്റ്സും എല്ലാമായിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന സിൽക്കി കോട്ടയിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. നമുക്കിത് വാഷ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. നമുക്കിത് ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ബോഡി പാർട്ടിൽ രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഈ സൈഡിൽ ഇവിടം വരെയും ഈ ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇതിന് കോമ്പിനേഷനായിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇത് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇതുണ്ടോ, അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നും അല്ല, നല്ലൊരു മെറ്റീരിയലുമാണ്. ഇതിൻ്റെ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 1885 ആണ്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ സാരികളുടെയും ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്ക് അത്രയ്ക്കും ഭംഗിയാണ്. നോക്കിക്കേ, മെറ്റീരിയലും നമുക്ക് നല്ലൊരു മെറ്റീരിയലിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇത്ര പെർഫെക്ഷനായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് ഓൾ ഓവർ വരിക. രണ്ട് സൈഡിലും ബോർഡറായിട്ട് വരുന്നു. ഈ ഭാഗത്തേക്ക് ഫ്ലീറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഒരു പീച്ച് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇത് സിൽക്കി കോട്ട സാരിയാണ്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഈ സൈഡിലുള്ള ബോർഡർ ഈ ഭാഗം വരെയും വരുന്നുണ്ട്. ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്കാണ്. ഈ സൈഡിൽ ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും ഫുള്ളായിട്ടും വരുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും താഴെ ബോർഡറുമാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിലെ ആ ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാം എത്ര പെർഫെക്ഷനാണെന്നുള്ളത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. പല്ലുവിൽ ഫുള്ളായിട്ടും ഈ സൈഡിലും ഈ ഡിസൈൻ വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. റേറ്റ് വരുന്നത് 1885 ആണ്. ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിന് കോൺട്രാസ്റ്റായിട്ട് ബ്ലൂ, അതുപോലെ ചെറിയൊരു ഗ്രീൻ പോലെ അങ്ങനെയൊക്കെ ഒരു കളറുകളിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. അതുപോലെ ബോഡി പാർട്ട് സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് ഹാഫായിട്ട് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബോർഡർ തിക്കായിട്ടും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൽ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നത്. ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരിക. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയായിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. റേറ്റ് വരുന്നത് 1885 ആണ്. ബ്രിക്ക് റെഡിൻ്റെ ഒരു ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിലും രണ്ട് സൈഡും ബോർഡറും അതുപോലെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ സൈഡിൽ ഈ ഭാഗം വരെ ഈ വർക്ക് വരുന്നത്. ഈ സൈഡിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പിന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ കളർ ഷെയ്ഡിൽ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകളും ആണ് ഇതിൽ അധികവും വന്നിരിക്കുന്നത്. എല്ലാത്തിനും അതിന് ചേരുന്ന രീതിയിൽ ഇത് കണ്ടോ, ഇതിനൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഒരു രണ്ട് ടൈപ്പ് ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്ക്.
കട്ട് വർക്ക് വന്നിരിക്കുന്നു. പല്ലുവിൽ ഫുള്ളായിട്ടും ഈ ബോർഡർ ഇതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. എനിക്കിതിൻ്റെ ഏത് കളറുകളും നല്ല കളേഴ്സാണ്. 12 കളേഴ്സ് ഉണ്ട്. പക്ഷേ ഡാർക്ക് ആൻഡ് പേസ്റ്റൽ കളേഴ്സ് എന്ന് പറയാം. പേസ്റ്റൽ കളേഴ്സിലും ഡാർക്കായിട്ടുള്ള കളറുകൾ, എല്ലാ കളറുകളും നല്ലതാണ്. അതേൽ വന്നേക്കണ എംബ്രോയ്ഡറി വർക്കും അതിനോട് കോൺട്രാസ്റ്റായിട്ട് വന്നിരിക്കുന്നു. ഇതേലൊരു പീച്ച്, ലൈറ്റ് പീച്ച്, ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് ഇതിലുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. സ്കാറ്റേഡായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും അതുപോലെ താഴെ തിക്കായിട്ട് ആ ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഉണ്ട് എല്ലാ ഡിസൈൻസും ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. നല്ല പെർഫെക്ഷനോട് കൂടിയ എംബ്രോയ്ഡറി വർക്ക്. ഇത് ഇതിൻ്റെ ഉൾഭാഗമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. റേറ്റ് വരുന്നത് 1885 ആണ്. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിനും കോൺട്രാസ്റ്റായിട്ട് അതിന് ചേരുന്ന എംബ്രോയ്ഡറി വർക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. നമുക്കിത് വാഷ് ചെയ്യാനൊന്നും പ്രോബ്ലം ഇല്ല. അതുപോലെ ഇത് അയൺ ചെയ്യേണ്ട കാര്യമില്ല, സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിത് ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ നല്ലൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന സാരി തന്നെയാണ്. ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളറിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ട് തന്നെ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക്, ബോർഡർ തിക്കായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലും നല്ല പെർഫെക്ഷനോട് കൂടിയുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇത് വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടും വരുന്നു. നല്ലൊരു കളർ ഷെയ്ഡിലാണ് ഇതും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നത്. ഈ ബോർഡറിൽ ഈ ഭാഗം വരെ ഇത് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബോർഡർ തിക്കായിട്ടും വരുന്നു. ഇതിൻ്റെ കളറുകളിൽ ഏതെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഒന്ന് വീഡിയോ കോളിൽ വിളിച്ച് ചോദിച്ചിട്ട് വേണം കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലുള്ള ഡിസൈൻ ഇതാണ്. ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇത് ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. റേറ്റ് 1885. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. ഇതൊരു ലാവണ്ടറിൻ്റെ ഒക്കെ ലൈറ്റായിട്ട് വരും. ഇതിൽ അതിന് കോൺട്രാസ്റ്റായിട്ട് വരുന്ന അതിന് ചേരുന്ന ആ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ ഈ ഭാഗം വരെ ഇത് വരുന്നുണ്ട്. ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും അതുപോലെ പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പം എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബോർഡർ നല്ല തിക്കായിട്ടോ വരിക. ഇങ്ങനെ തന്നെയാണ് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നത്. ഈ ഡിസൈനിലൂടെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നല്ല പെർഫെക്ഷനോട് കൂടിയുള്ള കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ് വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. റേറ്റ് 1885. ഇതൊരു ലൈറ്റ് ബ്ലൂവിഷ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാനിത് 1 പ്ലീറ്റ് ആയിട്ടാണ് ഇതിനെ ഇട്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. ഇത് കണ്ടോ, ഇത് എന്തുമാത്രം ഇതിന് ട്രാൻസ്പെറൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് 1 പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തത്. കണ്ടോ, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ല ഈ സാരി. ഇങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരിക. ഫുള്ളായിട്ടും ആ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നു. വെയ്റ്റ്ലെസ്സാണ് സാരി. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക. ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളറിലാണ് എല്ലാം വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലുള്ള ആ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, ആ ലൈറ്റ് ഗ്രീനിനോട് സാമ്യപ്പെടുത്തി അതിൻ്റെ ഡാർക്കായിട്ട് തന്നെ ഇതിൽ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും ചെയ്തിരിക്കുന്നു. അതുതന്നെയല്ലേ ഇതിനെ കൂടുതൽ ഹൈലൈറ്റ് ആക്കുന്നതും. കാരണം അതിനോടുള്ള ആ ചേരുന്ന എംബ്രോയ്ഡറി വർക്കും കണ്ടോ എത്ര പെർഫെക്ഷനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. വിത്ത് ബ്ലൗസുമാണ്. റേറ്റ് വരുന്നത് 1885 ആണ്. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ കോൺട്രാസ്റ്റായിട്ട് അതിന് ചേരുന്ന കളറ് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്ക്
കട്ട് വർക്ക് വന്നിരിക്കുന്നു. എല്ലാത്തിൻ്റെയും പോലെ തന്നെ ഈ ഭാഗത്ത് ഇവിടം വരെ ഈ വർക്ക് വരുന്നുണ്ട്. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ കളറുകളിലും എംബ്രോയ്ഡറിയിലും ഒക്കെയുള്ള ഡിഫറൻസ് എല്ലാത്തിനും വരുന്നുണ്ട്. മെറ്റീരിയൽ എല്ലാം സെയിം ആണ്, പക്ഷേ ഇതെല്ലാം പല കോൺട്രാസ്റ്റായിട്ട് പല കളറിലാണ് വരിക. ഇങ്ങനെയാണിത് വരുന്നത്. പല്ലു ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ സൈഡ് വരുന്നത്. റേറ്റ് വരുന്നത് 1885 ആണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. എന്നാന്ന് വെച്ചാൽ നമുക്ക് അഡ്രസ്സ് തരുമ്പോൾ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന നമ്പർ പ്രത്യേകിച്ചും തരണേ എന്ന് അപേക്ഷിക്കുന്നു. കാരണം ഞങ്ങളിത് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞ് വീണ്ടും അത് റിട്ടേൺ വന്ന് വീണ്ടും നമ്പർ ചോദിച്ച് നമുക്ക് അയക്കാൻ, നമുക്കത് വീണ്ടും അതിൻ്റെ സമയവും പോകും, നമുക്കത് കറക്റ്റ് നിങ്ങളിൽ എത്തിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിത് ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു. നമുക്ക് വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണ് തരേണ്ടത്. അല്ലാതെ വാട്സപ്പ് നമ്പർ തരുമ്പോൾ നമുക്കത് ചിലർക്ക് വാട്സപ്പ് നമ്പർ മാത്രമായിട്ടുണ്ട്. അങ്ങനെ തന്നു കഴിയുമ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് വിളിച്ചാൽ കിട്ടുന്ന ആ നമ്പർ എപ്പോഴും തരണം. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.